ഇനി പോണ്ട, ഞങ്ങൾക്ക് ഞങ്ങള് പട്ടിണിയാവും. പട്ടിണി ഉണ്ടായി പറഞ്ഞു. പട്ടിണി പട്ടിണി പട്ടിണി. അത് അപ്പൊ അമ്മച്ചി എന്തുവാന്നാ ബഹുമാനം നോക്കട്ടെ. അത് ഇത് ചെയ്യും. എന്റെ ഭാര്യയില്ലാത്ത ബുദ്ധിമുട്ടുണ്ടായ? ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇനി പോകണ്ട, സ്ഥലത്ത് പോകണ്ട. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഗുഡ് മോർണിംഗ്. എന്താ 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 രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മിഠായിയോ? പോലീസിനെ വിളിക്കണോ? വിളിച്ചോളാനാ? കനേക്കോൾ വിളിക്കട്ടെ? ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ഗുഡ് മോർണിംഗ്. നാട്ടിലെത്തി. എന്താ വാട്ട് ഹാപ്പൻ? വാട്ട് ഈസ് ദിസ്? എന്താ സുന്ദരി ആ നാട്ടിലെത്തി. അപ്പൊ ഒരു ട്രോളി ഫുൾ തുണി ഉണ്ടോ കഴിക്കണം. അപ്പൊ ഇന്ന് വെയിലുണ്ടോ? അപ്പൊ ഞാൻ വേഗം പണി ചെയ്യട്ടോ വിചാരിക്കണം. അപ്പം തരട്ടോ? അപ്പം ഓക്കെ. ഓ ഓക്കെ, ഞാൻ ഉണ്ടാക്കാം. ഉണ്ടാക്കോ? എന്നാ ലെറ്റ്സ് ഗോ. ഓക്കെ ഓക്കെ. എന്താ പറഞ്ഞ? ഞാൻ ഫോട്ടോ എടുക്കൂല. എന്താ യൂട്യൂബ്? യൂട്യൂബില് എന്താ? യൂട്യൂബിലിടില്ല. വൈ? എന്തിനാ എന്തിനാ വേണം? ഓക്കെ ശരി. ഓക്കെ, ഇപ്പൊ എന്താ ചെയ്യാൻ പോണ പൊന്നിസ്? എന്താ ചെയ്യാൻ പോണ? ദോശ ഉണ്ടാക്കണേ? ഓക്കെ ഓക്കെ. യൂട്യൂബ് ചാനലിൽ ഇട്ട് പറയുന്നുണ്ട്. ചൂടുണ്ട് കേട്ടോ. ഇനി എന്താ ചെയ്യണ്ട? നന്നായിട്ട് റൗണ്ട് കുറച്ച് റൗണ്ട് ചെയ്യുന്നു. കുറച്ച് ബീച്ച് നാളെ ചെയ്തല്ലോ പൊന്നിസ് തന്നെ. ഓക്കെ, ഇത് സ്മോൾ. കുട്ടി അപ്പൊ പറഞ്ഞ പോലെ ചേച്ചിനെ ഡെയിലി വിളിക്കണം കേട്ടോ. ചേച്ചിനെ ഡെയിലി വിളിക്കണോ? രാവിലെ എണീച്ചിട്ട് വിളിച്ചോ? ഓക്കെ. അല്ലെങ്കിൽ തന്നെ ഓക്കെ നോക്കട്ടെ. അത് തന്നെ ഉണ്ടാക്കും. പൊന്നിച്ചുണ്ടാക്കി. ഓക്കെ. എന്നിട്ട് സ്പ്രെഡ് ബിഗ്. ഓക്കെ നോക്കട്ടെ. അത് ഇത് ചെയ്യും. കവർ ചെയ്യും. ഇത് കവർ അറിയോ? നിനക്കറിയോ? മുട്ട ഇടും. മുട്ട എപ്പോ ഇട്ട്? ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. മുട്ട ഇതിന് അമ്മ പഠിപ്പിച്ചിട്ടുണ്ട്. കിട്ടായിരുന്നാ? അപ്പൊ ഇന്നത്തെ ചോറും കറിയൊക്കെ പൊന്നിസ് ഉണ്ടാക്കണം കേട്ടോ. ഓക്കെ നിനക്ക് പൊള്ളോ? അത് അപ്പൊ അമ്മച്ചി എന്തുവാന്നാ ബഹുമാനം. അപ്പൊ അവിടെ ചെന്നപ്പോ ഞാൻ കാണിച്ചു. ഈ പ്രാവശ്യം വന്നിരുന്നു. ലാസ്റ്റ് അമ്മ വന്നപ്പോ സങ്കടമായിപ്പോയി. പുറത്തിറങ്ങാനും പറ്റില്ല. 28 ദിവസം വീട്ടിൽ തന്നെ. അയ്യോ ഓർമ്മിപ്പിക്കല. പിന്നെ നല്ല മഞ്ഞായിരുന്നു ഈ പ്രാവശ്യം. 21 ദിവസത്തെ ശമ്പളവും മറ്റേ ബോണസും കൂടി എനിക്ക് തന്നെ. അത് ഈ പ്രാവശ്യം ബോണസ് വരുമ്പോ 21 ദിവസത്തെ ബോണസ് കട്ട് ചെയ്യും. അതാണ് വിഷമം. പിന്നെ വേറെ എന്തുണ്ട്? വേറെ എന്തോ ഇവിടെ മഴയായിരുന്നു ഫുള്ള്. അങ്ങനെ മഴയൊന്നും ഉണ്ടായില്ല. മഴ പെയ്ത് മാറി. സോയിക്കുട്ടില്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? സോയിക്കുട്ടി പിന്നെ നാട്ടിൽ പോട്ടെ. ഇല്ലാതെ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? നമ്മളിങ്ങനെ രാവിലെ പണി കഴിച്ച് ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കല്ലായിരുന്നു. രാവിലെ സാധാരണ പണി കഴിച്ച് പിന്നെ ഇന്നലെ ലീവ് ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ പോയപ്പോ ഞാൻ ജോലിക്ക് പോയല്ലോ. പിന്നെ കറിവേപ്പിലാണ് ഏറ്റവും വലിയ പണി.
ഹലോ എന്താണ് അല്ല നിനക്കവിടെ നിക്കാൻ വേണ്ട കുറച്ചാണോടെ നീ എന്ത് ഓടി പോന്നെന്ന് എന്ത് വീട്ടിൽ പറയാനോടെ നിക്കാം അവരഞ്ചാറ് മാസമൊക്കെ നിക്കാം അത് കുഴപ്പമില്ല. പിന്നെ എന്നാണ്ട് വിശേഷമൊക്കെ സുഖമാണോ? എന്തുകൊണ്ട് നീ അങ്ങോട്ട് പോയ പിന്നെ പച്ചവെള്ളം മരുന്നില്ല പിള്ള ഇവിടെ ഒരു സാധനമില്ല. ഇവിടെ അമ്മ ഈ പെണ്ണ് ചിലപ്പോ പട്ടിണിയൊക്കെ ഒരു ഞാൻ തോന്നിയപ്പോ ചോറ് തോന്നിയപ്പോ ഇല്ലാന്ന് പറഞ്ഞിട്ട് അതെന്താ ഒന്നല്ല അതെന്താ പട്ടിണി? പട്ടിണി ഇവിടെ വരുന്ന ഉണ്ടാക്കിയാലേ ഉണ്ടാവുള്ളൂ. അതെന്താ ഉണ്ടാക്കാൻ പാടില്ല? അമ്മ ഉണ്ടാക്കില്ല എന്തെങ്കിലും ഇച്ചിരി ഉണ്ടാക്കി തന്നെ അമ്മ പോകും. ഞങ്ങള് പട്ടിണി ഈ കൊച്ചിൽ പെട്ടെന്ന് സോയുള്ളതുകൊണ്ട് കുറെ മടി പിടിച്ചല്ലേ? ഞാൻ മടി പിടിച്ചില്ല. ഞാൻ വീട്ടിലാണ് ഭക്ഷണം എന്റെ ഭാര്യ ഇല്ലാത്തതിന് ബുദ്ധിമുട്ടുണ്ടായ? ഓ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പുള്ളി. ഇനി പോകണ്ട സ്ഥലത്തും പോകണ്ട. അത് കേക്കണ്ടാ. അവളോട് ഞാൻ പറയും അവളോട് എനിക്ക് വിശന്ന് ഫുഡ് കിട്ടുന്നില്ല. ഒന്നും ഉണ്ടാവില്ല. അമ്മയല്ലേ ഇച്ചിരി ഉണ്ടാക്കും. അമ്മ തിന്നിട്ട് അമ്മ പോകും. ഇവിടെ ഞാൻ സോയിക്കുട്ടിയോളെ എന്നെ വിളിക്കും 10 മണിയാകുമ്പോ. എങ്ങനെ വിളിക്കും? അമ്മേ എടാ ഞാനേ ഈ നിങ്ങളെല്ലാരും ഉള്ളപ്പോ രാവിലത്തെ കാപ്പിയും ഫുഡൊക്കെ ഉണ്ടാക്കി. ഇതിപ്പോ ഞങ്ങള് രണ്ടുപേരിലുള്ള എന്തുണ്ടാക്കുന്നത് മടിയാണ്. ഞാൻ വീട്ടിൽ ഒരുപാട് അപ്പത്തി കഴിച്ചേക്ക് ഞാനാ പെണ്ണും തിന്നും. അവള് വന്നു ഇനി രക്ഷയായി. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. എന്തൊട്ട് വിചാരം ഇങ്ങനെയൊക്കെ അങ്ങ് പോയി. നല്ല മഴയൊക്കെ വന്നാ? മഴ വലിയ മഴയൊന്നും ഉണ്ടായില്ല. എന്നാലും മഴ ഉണ്ടായി. അവിടെ പോയിട്ട് എന്തായി? കാശ് കിട്ടുമ്പോ പിന്നെ അവള് ചേച്ചിയുടെ വില ചെയ്ത് കൊടുത്തു തന്നെയാണ്. അത് അവളുടെ ഇഷ്ടല്ലേ? അവർക്ക് അവള് പറയണ അവൾക്ക് ചേച്ചിയുടെ വീട് ഇതില്ലല്ലോ, എന്താ വീടില്ലല്ലോ സ്വന്തമായിട്ട്. അമ്മയുടെ ദൈവം സഹായിച്ചൊരു വീട് നമ്മുടെ എന്താ കുമ്പളംപാസിയോ എന്റെ പേരെന്നാ? പച്ചാളംപാസിന് പോലെ ഇത്ര നവരസങ്ങളില്ലല്ലോ. ഇതേ വീടുണ്ടല്ലോ. ആ കുഴപ്പമില്ല. എന്തും കിട്ടിയായിരുന്നു. എന്ത് കിട്ടിയെന്ന്? കാശൊന്നും കിട്ടിയായിരുന്നു. അതവരെ നോക്കുള്ളൂ. അവളെ കാണാൻ വന്നാ? ഞാൻ അവളെ കണ്ട് അവളോടെ കിണറിന്റെ അവിടെ ഒന്ന് കഴിക്കാം. എന്താ എല്ലാരും പറയും ഇവളെന്ത് നിങ്ങളിത് പണിയെടുത്താൻ കൊണ്ടുവന്നാണോ? ഈ പെണ്ണ് ഒന്നും ചെയ്യൂലടാ. ഇവിടുത്തെ പണിയൊക്കെ ഇവിടെ ചെയ്തോളൂ. അമ്മ പോയി കഴിയുമ്പോ എല്ലാം ചെയ്തോളൂ. ഭക്ഷണം ഒന്നും ഉണ്ടാവില്ല. സാധനം ഈ പെണ്ണുണ്ടല്ല എന്താ പൊന്നു മോനെ, ആൻസിയും വേണ്ട അമ്മയും വേണ്ട ഒന്നും വേണ്ട. ഇവിടെ മാത്രം ഇവിടെ ആക്കിയാൽ മതി. ഒരെണ്ണത്തിന് ഈച്ചനെയും കൂടി തരില്ല. ഞാൻ ഈ എനിക്ക് വന്ന് മണ്ടാട് തോന്നും. പാലോർക്ക് അടിച്ചാൽ നമ്മള് പാലോർക്കില്ല. അവള് തുറക്കില്ല എന്ന് പറയും. ഇത് കഴിഞ്ഞിട്ട് അവള് ഞാൻ പറഞ്ഞ ആൻസിനെ വിളിച്ചോണ്ട് ആൻസിയോട് പാലോർക്കാൻ പറഞ്ഞ ആൻസിയോട് പറയാം. ആൻസിയോട് പറയില്ലെന്ന് പറയും. ഇവിടെ പറയില്ലെന്ന് നിന്റെ എന്താ ചെയ്യണേ? അല്ല വായി ഇപ്പിടി പങ്ക് ചെയ്യണേ. വായി ഇപ്പിടി ചെയ്യണേ പൊന്നിസേ. അമ്മ ചെയ്യാൻ പാടുണ്ടോ? സോറി പറ ആള് പോയി സോറി പറ. അവിടെ പോയി സോറി പറ. നിനക്ക് വേണ്ടല്ലോ ഇത്. സോറി പറ. സപ്ലി നമ്മുടെ ക്ലീനിങ് തുടങ്ങിയിരിക്കുന്നു. ക്ലീനിങ് തുടങ്ങിയൊന്നും ഇല്ല. ഇങ്ങ വാ. ഇത് ശരിയായോ? എന്താണ് പറഞ്ഞാലോ അത് വെച്ചിട്ട് വാ. നീ ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ടാണ്. പട്ടിണി അമ്മ എന്തെങ്കിലും ഇച്ചിരി ഉണ്ടാക്കി ഞാൻ പട്ടിണിയാണ്. ഒരു സാധനം കൂട്ടാനും ഉണ്ടാവൂല, ഒന്നും ഉണ്ടാവൂല. അതെ. അപ്പൊ ഇങ്ങനെ അമ്മ കറി ഉണ്ടായിരുന്നില്ല. അമ്മ എന്നാ ഇച്ചിരി എന്തെങ്കിലും കറി വെച്ചാൽ അമ്മ ഒന്ന് ഒരു ഇതൊളത്തു എന്നതാ കടച്ചക്ക. അതിൻ്റെ സാധനം തൊഴാൻ പാടില്ല. അത് വെച്ച് അമ്മ കൊണ്ടുപോകും. ഇച്ചിരി അവിടെ ഉണ്ടാക്കി. ചിലപ്പോൾ ആൻസിക്ക് പോയിട്ട് ഒരു ദിവസം തോന്നിയത് ഞാൻ വന്നിട്ട് ഓണ്ടൊന്നും തോന്നില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അപ്പോൾ അവിടെ ഒന്നും ഉണ്ടമ്മ ഉണ്ടായിരുന്നു. അരി എടുത്ത് വെച്ചണ്ടമ്മ. അത് ഇവിടെ വൈകുന്നേരം അമ്മ എന്തെങ്കിലും വെച്ചാൽ മതി എന്ന് പറഞ്ഞു. അതേപോലെ ഒന്നും തല്ലാടി ഞങ്ങൾക്ക്. പോട്ടാ. ഇപ്പൊ ഇവിടെ വന്നപ്പോ എന്നോട് പോളി വെച്ചേ
ഒരു ചെറുക്കനെ വണ്ടി കയറ്റിക്കൊണ്ട് പോന്നു. ഓ ചേച്ചി നിങ്ങളുടെ മോളാണ് ഈ യൂട്യൂബിൽ. ഞാൻ പറഞ്ഞു ചേച്ചിയുടെ മോൻ കിട്ടിയാണ് കണ്ടാന്ന് പറഞ്ഞു. അപ്പൊ അതിനിങ്ങനെ ഇവിടെ പോയി കണ്ടേ. ഞാൻ പറഞ്ഞു അതിന് അവർക്ക് 2 ദിവസം എറണാകുളത്ത് പോലീസിന് നടന്ന് കിട്ടിയതാ. സോറി അപ്പൊ അങ്ങനെ കണ്ടുകൂട്ടിയതാന്ന് പറഞ്ഞു. ഓ നല്ല ഇതായിട്ട് ഇപ്പോഴും ഞങ്ങൾ യൂട്യൂബ് കാണാറുണ്ട്. നമ്മുടെ കണ്ട് തകർക്കുന്നുണ്ട്. അപ്പൊ ചേച്ചി പോയായിരുന്നല്ലോ ഒരു ദിവസം. ചേച്ചി പോന്നായിരുന്നില്ല അമ്മ വന്നില്ല നിങ്ങളുടെ നാട്ടില്. അപ്പൊ ഞാൻ പോയില്ലുള്ളൂ. എനിക്ക് പോകാൻ ഇത്ര ദൂരം ഭയങ്കര പറ്റുള്ള പോയി വന്നിട്ട് നമ്മുടെ അവസ്ഥയാവുന്നു. അതുകൊണ്ട് പോയിരുന്നു. അതൊക്കെ അവര് കണ്ട് ഇനി പോകണ്ട, ഇനി പരിപാടി ഞങ്ങൾക്ക് ഞങ്ങള് പട്ടിണിയാവും. പട്ടിണി ഉണ്ടായി പറഞ്ഞു. പട്ടിണിയാ? അത് ഞാൻ അവരോട് ഇവിടെ മരുമോൾ അല്ല മോളുണ്ട് അവിടെ. അവിടെ അലീനക്കുട്ടി ഉണ്ട്. അമ്മ പറഞ്ഞേ സ്ഥലത്തിന് പൈസ കിട്ടിയെന്ന്. എവിടെ അവള് ചേച്ചിയുടെ കയ്യിൽ എഴുതി കൊടുത്തു. അത് കുഴപ്പമില്ല. അതിന് ചേച്ചി കറിയൊന്നും ഉണ്ടാക്കില്ല, കുഴപ്പമില്ല. നമുക്കൊരു വീടുണ്ടല്ലോ. പിന്നെ എന്തെങ്കിലും ഇച്ചിരിട്ടാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാന്ന് പറയാം. നമുക്കൊന്ന് അടിച്ചു പൊളിക്കാം. അങ്ങനെ അടിച്ചു പൊളിക്കാൻ നല്ല ആളെ ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേ കൊളാക്കിയ ആളാ. ഞാനത് ഓർത്തുമില്ല. എനിക്കങ്ങനെ ലൂലുമാളി പോണ്ടേ? ലൂലുമാളി പോകണം, ചൊവ്വാഴ്ച പോകാം. അത് ചുരുക്കി പറഞ്ഞ തൊഴിൽക്കുട്ടി എല്ലാണ്ട് പറ്റുന്നില്ല എനിക്ക് അല്ലേ? അത് ഇവിടെ വന്നപ്പോ തുടങ്ങി. അതുകൊണ്ട് അതല്ല, അതുകൊണ്ട് എന്നോടൊരു താങ്ക്സ് പറയാൻ പാടില്ല. ഇവിടെ ഞാനല്ല കെട്ടു, അമ്മ കെട്ടു. നീ കെട്ടിന്ന് പറഞ്ഞുകൊണ്ട് നീ പറഞ്ഞിട്ടൊന്നല്ല അവള് ചെയ്യുന്നത്. അവരുടെ സ്വന്തം ഇഷ്ടത്തിന് ഞങ്ങൾക്കൊക്കെ ചെയ്യുന്നത്. എന്നാ ഇങ്ങനത്തെ ഒരു കൊച്ചിന് ഞാനല്ല കെട്ടിക്കൊണ്ട് വന്നേ. ഞാൻ നിമിത്തായോ? നീ നിമിത്തായെന്ന് പറഞ്ഞിട്ട് നിമിത്തം അതുകൊണ്ട് കാര്യമില്ല. അപ്പൊ ഞാൻ പറഞ്ഞ നീ എന്റെ മോനാന്നോട്ട് അവരിയ്ക്കണ പോടി. ഞാൻ പറഞ്ഞു ചേച്ചിയുടെ മോനാ. അതങ്ങനെ വിചാരിക്കുള്ളൂ. കൺഫ്യൂഷൻ ഉണ്ട്. നാട്ടില് അങ്ങനെ തോന്നുന്നുണ്ട്. അപ്പച്ച നിന്റെ അപ്പ, എലുപുടി നിന്റെ അമ്മ. ഞാനാരാ?